ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ദുബായ് പോകണം. ഞങ്ങൾ ദുബായ് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഫയർ ഹൈറ്റിൽ കയറി. ആക്ച്വലി ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു യാത്രയായിരുന്നു. കാര്യം ഞങ്ങൾ എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ് ടിക്കറ്റിലാണ് ട്രാവൽ ചെയ്യേണ്ടിയിരുന്നത്. അപ്പം അവിടെ ദുബായിൽ ക്ലൈമറ്റ് പ്രോബ്ലം ആയിട്ട് ലാൻഡിങ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ച് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫ്സിനെ ഒന്നും അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ അലോ ചെയ്തു. ഞങ്ങൾ കയറി. എമിറേറ്റ്സിൽ ഫസ്റ്റ് ടൈമാണ് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു. നല്ല ഡെലിഷ്യസ് ഫുഡായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അൽക്കു ഫുഡൊക്കെ കഴിഞ്ഞ് അവരുടെ സ്നാക്സൊക്കെ കഴിക്കുന്ന ഒരു ഇതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മോർണിംഗ് ഒരു 6:37 ആകുമ്പോൾ അവിടെ എത്തേണ്ടതായിരുന്നു. ആക്ച്വലി ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. അവിടെ മിസ്റ്റേക്ക് ആയിട്ട് ഒരു 3 hours വരെ ഞങ്ങൾ ലാൻഡിങ് പെർമിഷനായിട്ട് ഫ്ലൈറ്റ് മുകളിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പം ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9:30 ഒക്കെ ആയി. ഒരു 3 hours ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. അപ്പം ഇതാണ് ദുബായ് എയർപോർട്ട്. ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ എനിക്ക് തോന്നുന്നു ടെർമിനൽ 3 ആണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ദുബായിൽ. അപ്പം ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു എയർപോർട്ടാണ്. അപ്പം ഞങ്ങൾ ടെർമിനൽ 3 ഇറങ്ങിയത്. അപ്പോൾ ടെർമിനൽ 3 ഇത്ര വലുതാണെങ്കിൽ എല്ലാ ടെർമിനലും കൂടെ എന്ത് വലിയൊരു എയർപോർട്ടായിരിക്കും അത്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുവാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് ജോസിനും ഫാമിലി അവിടെയുണ്ട്. അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം അവർ തിരക്കി ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. അപ്പം ഞങ്ങളെത്തി. അവർ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എമിറേറ്റ്സിലെ ട്രാവലിങ്ങും അവിടുത്തെ എയർപോർട്ടും എല്ലാം ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതിൻ്റേതായൊരു ഇത് നമുക്കുണ്ട്, ഒരു സന്തോഷം. അപ്പോൾ ജോസിനും ഹസ്ബൻഡും വന്നു, ഞങ്ങളെ പിക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിറ്റ് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ജോസിൻ്റെ വീട്ടിലെത്തി. എനിക്ക് തോന്നുന്നു ജോസിനെ ഞാൻ കാണുന്ന ഒരു 20 years കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരിടം ഒരിടത്തും പോകേണ്ട, ടയേർഡല്ലേ എന്ന് ഓർത്തിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് ഇവിടെ ഗ്ലോബൽ വില്ലേജ് പോകാൻ വേണ്ടി ഇറങ്ങി. ജോസിൻ്റെ ഫാമിലി, ഞാനും അൽക്കും ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു ഗ്ലോബൽ വില്ലേജ് പോകുന്നത്. ഫസ്റ്റ് ടൈം പോയിട്ടാണോ എന്താണെന്നറിയത്തില്ല. ഗ്ലോബൽ വില്ലേജ് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, ഭയങ്കര ഒരു അത്ഭുതമൊക്കെ തോന്നി. കാര്യം ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള നമ്മുടെ ലോകത്തുള്ള എല്ലാ കൺട്രീസിൻ്റെ ഒരു സ്റ്റോൾ അവിടെ ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ എന്തുമാത്രം സാധനങ്ങൾ അവിടെ മേടിക്കാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ആൾക്കാർ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരെ നമുക്കവിടെ കാണാൻ പറ്റി. പിന്നെ ഇത് ഇന്ത്യയുടെ സ്റ്റോളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം എല്ലാ സ്റ്റോളിലൊന്നും കയറാൻ ടൈം കിട്ടില്ല. കാര്യം ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 8:30 ആയി. 8:30. അപ്പോൾ പിന്നെ കുറച്ച് ടൈം 8:30 അറൗണ്ടായി. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റോൾസിലൊക്കെ കയറി. സാധനങ്ങളെന്ന് പറഞ്ഞാൽ അടിപൊളി. പക്ഷെ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ അവിടെ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് എന്തായാലും, ജോസിനൊക്കെ പറഞ്ഞാൽ അവരൊന്നും അങ്ങനെ പോകാറില്ല. കാര്യം അവർ എപ്പോഴും കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കണം. പിന്നെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തു. എല്ലാം നല്ല സാധനങ്ങളാണെങ്കിലും നമ്മൾ കാണാത്ത ഒത്തിരി സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഫുള്ള് നടന്ന് കറങ്ങി കണ്ടു. പിന്നെ ഇത് അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അവിടുത്തെ ഒരു ചെറിയ ലേക്കിൽ ഒരു മാർക്കറ്റായിരുന്നു. പിന്നെ ഫുഡ്, അപ്പോൾ അവിടുന്ന് കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ടീനയും അൽക്കും കൂടെ കുറേ ഫുഡൊക്കെ അവിടെ നിന്നൊക്കെ മേടിച്ചു. അവരിങ്ങനെ അതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എനിക്കന്ന് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, 1-2 ഐറ്റം ഒന്നും. പക്ഷെ 1-2 കൊള്ളായിരുന്നു. അപ്പോൾ ആ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജോസിന് കലക്കാൻ പോയി നിൽക്കുവാണ്. അവളും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ ഫുഡ് ഞങ്ങൾ മേടിച്ചു. ഞങ്ങളതൊക്കെ ട്രൈ ചെയ്തു, കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഞങ്ങളതിന് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൈഡ്സിലൊന്നും ഞങ്ങൾ കയറിയില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ ഹോട്ടലിലേക്കും പോയി, അവർ വീട്ടിലേക്കും പോയി. അങ്ങനെ ദുബായ് ഫസ്റ്റ് ഡേ അങ്ങനെ അവസാനിച്ചു.